CPM ൽ നിന്നോ BJP യിൽ നിന്നോ ഇങ്ങനെ ഒരു അഭിപ്രായം വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആഭ്യന്തര നിങ്ങൾ ഈ താരതമ്യം കൊണ്ട് മേന്മ നടിക്കുക എന്ന് പറയുന്ന തന്ത്രമേ ഇവിടെ വില പോകില്ല. മാധു, ഇത് നിങ്ങൾ പറയുന്ന ഒരു സമയത്ത് മിണ്ടണമെന്ന് നിങ്ങൾ ശഠിക്കാൻ പാടില്ല. രണ്ട് തവണയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് എന്റേതല്ല, ഇപ്പോ CPM രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഉയർന്നു വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. CPM രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഉയർന്നു വരേണ്ടത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ്, അല്ലാതെ ഒരാളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ല. ഇനി വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നതാണ് പരിച എങ്കിൽ അതിനപ്പുറത്ത് ട്രോമ അനുഭവിച്ചിട്ടുള്ള, അതിനപ്പുറത്ത് വേദന അനുഭവിച്ചിട്ടുള്ള കുറെ മനുഷ്യരുടെ ശബ്ദങ്ങളും സന്ദേശങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ അത് വളരെ വ്യക്തിപരമായ അവനവനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യവുമല്ല. അതും അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഉമാ തോമസ് അടക്കമുള്ളവർ വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം മുമ്പ് രാഹുലിന്റെ രാജി അനിവാര്യമാണെന്ന് ഉമാ തോമസ് പറഞ്ഞു കഴിഞ്ഞു. ബിന്ദു കൃഷ്ണ സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. KK രമ UDF-ന്റെ വനിതാ നേതാവാണ്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ UDF സംവിധാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു പരിചയമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് കേൾക്കാതെ പോകുന്നതാണോ? ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രീ KP നൗഷാദ് അലി, ഈ സന്ദേശങ്ങൾ പറയുന്ന, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അത് എന്റേതല്ല എന്ന് പറയാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഗർഭിണിയായ ഒരു സ്ത്രീയെ ചാടിച്ചവിട്ടും എന്ന് പറയുന്ന, സെക്കൻഡുകൾ കൊണ്ട് പുഴുവിനെ പോലെ ഞെരിച്ചു കളയാൻ കഴിയുന്നതാണ് മറ്റുള്ളവരുടെ ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ നിങ്ങളുടെ MLA? അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങളുടെ MLA ആവേണ്ടത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ആക്കാൻ പോകുന്നത്? മാധു, ഒരിക്കലും അല്ല, ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ വച്ച് പൊറപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. പിന്നെ എന്താ വെച്ചാൽ മാധു ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ചട്ടകത്തിൽ നിന്ന്, ഞങ്ങൾ ഈ അപ്പം ചുട്ടത് ചട്ടകത്തിലാണ്, നിങ്ങൾ അതിൽ നിന്ന് കോരിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളൊരു പാത്രത്തിലേക്ക് ഇടും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഉണ്ടാകും. ഞാൻ മാധുവിനോട് ഒരു അവസരം എനിക്ക് മാധു തരണം. കാരണം ഇവിടെ CPM BJP പ്രതിനിധിയും നമ്മളെ വളരെ പ്രതികൂലമായിട്ട് ചില വിഷയങ്ങൾ മുൻനിർത്തി പറയുകയുണ്ടായി. അതിൽ ഞാൻ വളരെ ചുരുങ്ങിയ ഓരോ ഉപമകളെ ഞാൻ പറയുന്നുള്ളൂ. ഞാനിവിടെ ഈ ഉല്ലാസ് ബാബു പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് അദ്ദേഹം കുൽഭൂഷൺ ശരൺ സിംഗ് കൈസർഗഞ്ച് BJP MP ഗുസ്തി ഫെഡറേഷൻ്റെ അദ്ദേഹം ഈ പറഞ്ഞ ഒളിമ്പ്യൻ ആയിട്ടുള്ള സാക്ഷി മല്ലിക്, ഫോഗട്ട്, പുനിയ ഇവരുടെയൊക്കെ മടിക്കുത്തിന് പിടിച്ചിട്ട് ഒരു FIR പോലും ഇടാതെ അവസാനം ലോക ഗുസ്തി സംഘടന ഇടപെട്ടപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബിനാമിയെ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാക്കി കയ്യൂരിയ ഈ പറഞ്ഞ BJPയുടെ ആ നയം, യെഡിയൂരപ്പയുടെ പോക്സോ കേസ്, ഇതൊക്കെ സമാനമായൊരു നിലപാട് നിങ്ങളെടുക്കാൻ ഇപ്പോൾ ധൈര്യപ്പെടുകയും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെടുത്ത നിലപാടിനോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. രണ്ടാമതായിട്ടൂടെ CPM-ന്റെ പിന്നെ വസീഫ് പറഞ്ഞതിന് പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ ഒരു മന്ത്രി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയോട് അവരുടെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. പിന്നീടും ആ സിനിമാ നടി ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് തൊട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ മരിച്ചുപോയൊരു നേതാവ് മ്ലേച്ഛമായ ഭാഷയിൽ പരസ്യമായിട്ട് തനിക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സ്ത്രീയെക്കുറിച്ചും തൻ്റെ പാർട്ടി വിട്ടുപോയൊരു സ്ത്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് CPM-ന് സദാചാരത്തിൻ്റെ ഒരു ക്ലാസ്സിന് പിന്നെ ഒരു തരത്തിലുള്ള ധാർമ്മിക അർഹതയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനതൊന്നും വിഷയമാക്കുന്നത്. ഞാൻ മാധു ചോദിച്ച ചോദ്യങ്ങൾ വളരെ നിർണായകമായ, വളരെ ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. ഞങ്ങൾ മാധു നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളുകയും വളരെ ഉചിതമായ നിലപാട് വളരെ കൃത്യമായ സമയത്ത് എടുക്കുകയും ചെയ്യും. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. ഞങ്ങളതിൻ്റെ തീവ്രത, ഗാഢത, സാന്ദ്രതയൊക്കെ അളന്നിട്ട് അതങ്ങ് മാറ്റിവെക്കില്ല. ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ഞങ്ങളാണ് എന്ന നയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ വല്ല കോടതിയും പോലീസ് സ്റ്റേഷനും ഉണ്ടെങ്കിൽ അവിടെ നീതിയായിരിക്കും പുലരുക. ഒരാളും കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ അപമര്യാദയായിട്ട്, അവഹേളനപരമായിട്ട് ഇത്തരത്തിലൊക്കെ പെരുമാറി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നമില്ല എന്നൊന്നും പറയരുത്. കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി കഴിഞ്ഞു. അതിന് പുറത്താണ് നമ്മൾ ചർച്ച. ഇനി ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന കാര്യമല്ല, ഇത് ഉണ്ടായി കഴിഞ്ഞ കാര്യമാണ്. അതിന്റെ പേരിലാണ് ഈ ചർച്ചകൾ. നിങ്ങൾ ഈ പറയുന്ന ദീർഘമായ വരികൾ കൊണ്ട് മറച്ചു വെക്കാൻ കഴിയുന്നതിനപ്പുറത്ത് വളരെ പ്രകടമായി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്താ, നിങ്ങളുടെ വനിതാ നേതാക്കൾ ഉമാ തോമസ് അടക്കമുള്ളവർ, ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ, KK രമ അടക്കമുള്ളവർക്ക് രാജിവെക്കണമെന്ന ബോധ്യം ഉണ്ടാകുന്നത് വിശദമായി പഠിച്ചിട്ടല്ലേ? കൃത്യമായ രാഷ്ട്രീയ ബോധം കൊണ്ടല്ലേ? അത് പെണ്ണുങ്ങൾക്ക് വല്ല രാഷ്ട്രീയ ബോധ്യക്കുറവുമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ആനി രാജ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട സമയത്ത് അങ്ങ് എന്താണ് CPM-നെതിരെ ചോദിച്ച ചോദ്യം? അവിടുത്തെ വനിതാ നേതാക്കൾക്ക് ബോധ്യമുണ്ടല്ലോ എന്നല്ലേ? ബൃന്ദാക്കാരായിട്ട് വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടുത്തെ വനിതാ രാഷ്ട്രീയ നേതാക്കൾക്ക് ബോധ്യമുണ്ടായിട്ടില്ലേ അവർ ചോദിക്കുന്നതെന്ന് കോൺഗ്രസ് ചോദിച്ചില്ലേ? ഇപ്പൊ കോൺഗ്രസിന് നിങ്ങളുടെ വനിതാ നേതാക്കളുടെ വാക്കിന് വിലയില്ലാതെ പോയോ?
മാധു, ഇവിടെ എല്ലാ വനിതാ നേതാക്കളുടെ വാക്കിനും വിലയുണ്ട്, എല്ലാ വനിതാ പ്രവർത്തകരുടെ വാക്കിനും വിലയുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് ഇതര വനിതകളുടെ വാക്കിനും കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിലയുണ്ട്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. ഞാൻ ഇവിടെ എനിക്കും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്. ഞാനത് പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചാനൽ വന്നിരുന്ന് അത് പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ കുറിച്ചും പിന്നെ ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. ആധികാരികമായി പറയേണ്ടവർ മിണ്ടുന്നില്ല, മൂളുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വി ഡി സതീശനോട് ഇക്കാര്യം ചോദിച്ചു, മിണ്ടിയില്ല. ഈ സംഭവം ഉണ്ടായ സമയത്ത് കെ സി വേണുഗോപാലിനോട് ഈ കാര്യം ചോദിച്ചാൽ വണ്ടി പോലും നിർത്തിയില്ല. വെയിറ്റ് ആൻഡ് സീ എന്നാണ് നിങ്ങളുടെ KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. മിണ്ടാനും മൂളാനും കൃത്യം തീരുമാനം എടുക്കാനുമുള്ളവർ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ കൃത്യസമയം എപ്പോ കണ്ടുപിടിക്കും? അല്ല മാധു, ഇത് നിങ്ങൾ പറയുന്ന ഒരു സമയത്ത് മിണ്ടണമെന്ന് നിങ്ങൾ ശഠിക്കാൻ പാടില്ല. ശഠിക്കാൻ പറ്റും. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ചാനലിലെയോ അതിന്റെ അവതാരകയോ ഒരു വ്യക്തിയോ അല്ല. നിങ്ങൾ എന്ന് നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ നാട്ടിലെ ജനങ്ങളെയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സംഭവത്തിന്റെ വ്യക്തത എന്താണ് എന്ന് കൃത്യമായ ആദ്യത്തെ നിമിഷം സംശയലേശം തന്നെ അറിയാനുള്ള അവകാശമുണ്ട്. അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച കോൺഗ്രസിനുണ്ട്. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാട്, വളരെ വൈകാതെ കോൺഗ്രസ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇത് നിങ്ങളുടെ നേതാക്കൾക്ക് പറയാനറിയില്ലേ? വളരെ വൈകാതെ നടപടി ഉണ്ടാകും എന്ന് പറയാനറിയില്ലേ? അല്ല അതൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ധീരമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ CPM-ൽ നിന്നോ BJP-യിൽ നിന്നോ ഇങ്ങനെ ഒരു അഭിപ്രായം വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആഭ്യന്തര നിങ്ങൾ ഈ താരതമ്യം കൊണ്ട് മേന്മ നടിക്കുക എന്ന് പറയുന്ന തന്ത്രമേ ഇവിടെ വില പോകില്ല. ആ വിഷയങ്ങളിലെല്ലാം അതാത് ദിവസങ്ങളിൽ കൃത്യമായി ചർച്ച ചെയ്തിട്ടും അതാത് വിഷയങ്ങളെ കൃത്യമായി പറയുകയും വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയം നിങ്ങൾക്ക് മറ്റ് പാർട്ടികളുടെ തട്ടിൽ വെച്ച് തൂക്കി നോക്കി ലഘൂകരിക്കാനുള്ള ഇടമില്ല. ശ്രീ KP നൗഷാദ് അലി.